വിളിയും പറച്ചിലും ഒക്കെ കഴിഞ്ഞാ? കഴിഞ്ഞു. പിള്ളേരെ ബഹളം വെക്കാതെ അടങ്ങി ഒന്ന് കളിച്ചേ. അപ്പുറത്തെ വീട്ടിലെ കൊച്ചാ, വെറും ഒരു മന്ദബുദ്ധിയാ. ആണല്ലേ? ശരി മോളെ, ഞാൻ രാവിലെ തന്നെ അങ്ങ് എത്തിയേക്കാം. എടേ കൊച്ചതിന്റെ അടുത്ത് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? വെറും ഒരു മന്ദബുദ്ധിയാ. എന്തിനു ചേച്ചി ആ കൊച്ചിന്റെ ചുമ്മാ മന്ദബുദ്ധി മന്ദബുദ്ധി എന്ന് വിളിക്കുന്നത്? എടീ സത്യമായിട്ട് ആ കൊച്ചൊരു മന്ദബുദ്ധിയാ. അതിന് ഉദാഹരണം ഞാൻ നിനക്കൊരെണ്ണം കാണിച്ചു തരാം. ഡേ നീ ഇങ്ങ് വന്നേ. എന്താ ആന്റി? അമീഷ, ഇത് 50 രൂപ, ഇത് 5 രൂപ. ഇതിലേത് നീ എടുക്കുന്നോ അത് നിനക്ക് സ്വന്തം. ഞാൻ മുട്ട അടിക്കാൻ കിടക്കുക. മന്ദബുദ്ധി. ഇപ്പൊ നിനക്ക് മനസ്സിലായ? ഇത് എന്നെ അവളുടെ അടുത്ത് ഞാൻ ദിവസവും ചോദിക്കുന്നത്. 5 രൂപയെക്കാളും വലുത് 50 രൂപയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ദിവസവും ഇത് എന്നെ ഇവിടെ 5 രൂപയും മേടിച്ചോണ്ട് അങ്ങ് പോകും. വെറും മന്ദബുദ്ധി. മോളെ വന്നേ. എന്താ ചേച്ചി? മോക്ക് 5 രൂപയേക്കാൾ വലുത് 50 രൂപയാന്ന് മോക്ക് അറിഞ്ഞൂടെ? അതെനിക്കറിയാം ചേച്ചി, 50 രൂപ വലുതെന്ന്. ഞാനേ ആ 50 രൂപ എടുത്തു കഴിഞ്ഞാൽ ആന്റി എന്റെ അടുത്ത് ഒരിക്കലും ആ ചോദ്യം ചോദിക്കില്ല. ഞാനൊരു മന്ദബുദ്ധിയെന്നല്ല ആന്റി പറയുന്ന, പക്ഷെ എനിക്ക് എല്ലാ ദിവസവും 5 രൂപ വെച്ച് കിട്ടും. ഞാൻ അതുകൊണ്ട് മുട്ട മേടിച്ച് തിന്നു. എന്നെ സംബന്ധിച്ച് ആന്റി എനിക്ക് പൊന്മുട്ട ഇടുന്ന താറാവാം.